ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് റെക്കോർഡ് ചെയ്യുന്നത് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല സാർ. ഓക്കെ, സാറിന് വിളിക്കരുത് കേട്ടോ പ്ലീസ്. എൻ്റെ പേര് വിളിച്ചോളൂ, സെൻസൈന്ന് വിളിച്ചോളൂ, എനിക്ക് ഇഷ്ടമാണിത്. ഓക്കെ, ഇത് യൂട്യൂബിൽ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, ഇത് ഇവിടുന്ന് ഒരു അഡ്വൈസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരാമെന്ന് മാത്രമേ ഞാൻ ചെയ്യേണ്ടുള്ളൂ. അത് ഓക്കെയാണോ? ഒരു തരത്തിലുള്ള അഡ്വൈസോ ഉപദേശങ്ങളോ ഒന്നും ഇവിടുന്ന് ഉണ്ടാവില്ല. നിങ്ങൾക്കുള്ള ക്ലാരിറ്റി, നിങ്ങൾ എവിടെയാണോ ആ സ്പോട്ടിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാരിറ്റിയാണ് തരാൻ പോകുന്നത്. അത് ഓക്കെയാണോ നിങ്ങൾക്ക്? ഓക്കെ. എന്താണ് നിങ്ങൾ ക്ലാരിറ്റി കിട്ടാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കൺവേഴ്സേഷൻ ഒന്ന് പറയാം. ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ക്ലിയർ, നിങ്ങൾ വോയിസ് ക്ലിയർ ഇല്ല. ഒരു ഡിസിഷൻ എടുക്കാനേ, വ്യക്തമായ ഒരു ഡിസിഷൻ എടുക്കാനുള്ള പ്രോബ്ലം. ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡിസിഷൻസ് ഉണ്ടാവുമല്ലോ അല്ലേ? ഒന്ന് പ്രൊഫഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, പേഴ്സണൽ ആയിരിക്കാം. ഏത് ഏരിയയിൽ ഡിസിഷൻ എടുക്കാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്? പ്രൊഫഷൻ. നിങ്ങൾ വോയിസ് കുറച്ച് ഇതാവുണ്ട് കേട്ടോ എനിക്ക്. ഓക്കെ, പ്രൊഫഷൻ. എന്ത് ഡിസിഷൻ എടുക്കാനാണ് ബുദ്ധിമുട്ട് വരുന്നത്? ഇപ്പൊ ഞാൻ നാട്ടിൽ ജോലി ചെയ്യാണ്. അപ്പോ അബ്രോഡ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോ അങ്ങോട്ട് പോണോ, നാട്ടില് എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു രണ്ടും കൂടി ആകെ കൺഫ്യൂഷനായി. ഓക്കെ, ഗ്രേറ്റ്. നാട്ടിൽ ജോലി ചെയ്യുന്നത് നിങ്ങൾ സ്വന്തമായിട്ടുള്ള ബിസിനസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടി വർക്ക് ചെയ്യണോ? ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. എത്ര വർഷം നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യണത്? ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നത് 1 year ആയി. 1 year ആയി. ഓക്കെ. ആ ജോബ് ഇപ്പം എന്ത് ജോബാന്ന് ഇപ്പം പറയേണ്ട ആവശ്യം ഞാൻ ചോദിച്ചോളാം. ഓക്കെ, ആവശ്യം ഞാൻ ചോദിച്ചോളാം. ബാക്കിയുള്ളവരെല്ലാവരും മ്യൂട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഈ വ്യക്തി മാത്രം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനോട്. ഈ 1 വർഷം നിങ്ങളൊരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കമ്പനി അല്ലെങ്കിൽ ഈ ജോബ് എന്താണെന്ന് ഇപ്പം പറയേണ്ട ആവശ്യം ഞാൻ ചോദിച്ചോളാം. ഈ ഒരു ജോബിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കാം. ഓക്കെ, രണ്ട് മൂന്ന് തരത്തിലാണ് സാറ്റിസ്ഫാക്ഷൻ ചോദിക്കാൻ പോകുന്നത്. നമ്പർ 1, സാലറി വൈസ്. ഓക്കെ, സാലറി വൈസ് എത്രയെന്ന് പറയണ്ട, സാലറി വൈസ് നിങ്ങൾ ഹാപ്പി ആണോ? 0 to 10. 0 എന്ന് വെച്ചാൽ തീരെ ഹാപ്പി അല്ല, 10 എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഹാപ്പിയാണ്. ഒരു 5. ഓക്കെ. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് അവിടുത്തെ ഫ്രീഡത്തിനെ കുറിച്ചാണ് കേട്ടോ. ചിലർ ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവും. ഓക്കെ, ആ ഫ്രീഡത്തിൻ്റെ ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം, വ്യത്യാസ ടൈമിൽ പോകാനുള്ള ഫ്രീഡം, അങ്ങനെ ഫ്രീഡം നോക്കിക്കഴിഞ്ഞാൽ 0 to 10 എവിടെ നിങ്ങൾ നിൽക്കണം? 8. അപ്പോൾ അവിടെ ഫ്രീഡം ഉണ്ടല്ലേ? കുറച്ച് നിങ്ങൾക്കുള്ള ഒരു സ്പേസ് അവർ തരുന്നുണ്ട് നിങ്ങൾക്ക്, ശരിയല്ലേ? ഓക്കെ. ഇനി ഇൻട്രസ്റ്റിൻ്റെ കാര്യം ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പം ചെയ്യുന്ന ജോബും പാഷന്, ഇൻട്രസ്റ്റ്, ഓക്കെ, ആ ഇത് നോക്കിക്കഴിഞ്ഞാൽ 0 to 10 എവിടെയാണ് നിങ്ങൾ? 6. അപ്പം എനിക്കൊന്ന് മനസ്സിലാവുന്നത്, നിങ്ങൾ ഏത് കമ്പനിയിലാണോ, ഏത് ഇൻഡസ്ട്രിയിലാണോ ഇപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്, അവിടെ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ് നിങ്ങൾ. ആ കമ്പനി നല്ല കമ്പനി, അത് കാരണം നിങ്ങൾക്ക് ഫ്രീഡം തരുന്നുണ്ട്. ഹൗവർ അവർ തരുന്ന സാലറി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു സാലറി അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ കുറച്ച് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ പോലും മറ്റേ രണ്ടും ഓക്കെയാണ്, ശരിയല്ലേ? ഓക്കെ, ഗ്രേറ്റ്. ഒന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇനി നിങ്ങൾക്ക് ഓഫർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന എന്താ സ്ഥിതി, എന്താണ് ഇപ്പോഴത്തെ? നിലവിൽ ഓക്കെ വന്നിട്ടുണ്ട്, അതിന്റെ ഒരു തീരുമാനം പറയണം. ഓക്കെ, വന്നിട്ടുണ്ട്. അതും വേറെ കമ്പനിക്ക് വേണ്ടി നിങ്ങളെ റിലേറ്റീവിന്റെ കമ്പനിയാണോ, അല്ലെങ്കിൽ എങ്ങനത്തെ കമ്പനിയാണത്? എന്നെ ഈ ജോബ് സൈറ്റില്ല, ഇന്ന് സെലക്ട് ചെയ്തതാ. എന്റെ ബയോഡാറ്റ അബ്രോഡാ. ഓക്കെ, അതെ. അപ്പോൾ അവർ വന്ന് നിങ്ങളെ വർക്ക് പ്ലേസിൽ, ഇപ്പം ഉള്ള വർക്ക് പ്ലേസിൽ വന്നിട്ട് കണ്ടിട്ട് സെലക്ട് ചെയ്താ, ശരിയാണോ? അല്ല, ഓൺ കോൾ. ഓക്കെ, ഗ്രേറ്റ്. ഈ ഒരു ഇപ്പോൾ പുതിയ വെഞ്ചറോ, പുതിയ ബിസിനസ്, പുതിയ ടേണിങ്, അത് ആ ഒരു കൺട്രിയിലേക്ക് മാറാൻ നിങ്ങൾക്ക് താല്പര്യമില്ല? 0 to 10 കൺട്രിയിലേക്ക് മാറാൻ ഉത്തരം പറയണ്ട.
അതിന് ഒന്ന് രണ്ട് കാര്യമുള്ളത്. ഒന്ന് നിങ്ങൾ നോക്കണം, നിങ്ങൾ ഫാമിലിനെ വിട്ടു പോകണ അത് നോക്കണം. ഓക്കെ, ആ ഒരു കാര്യം നോക്കുമ്പോൾ ചിലവരുടെ ഭയങ്കര ചെറിയ കുട്ടികളുടെ, ഇപ്പം നിങ്ങളെ വയസ്സൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ ഇപ്പോൾ അടുത്ത് കല്യാണം കഴിച്ച ആളായിരിക്കാം, അല്ലെങ്കിൽ പ്രായമുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ അവർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ മാറാനുള്ള, ഓക്കെ, ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്, ആ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ ഓക്കെ ആണോ? 7%. ഓക്കെയാണ്, ഡിസിഷൻ എടുക്കാൻ ഓക്കെയാണ്. 0 to 10 എത്ര നിങ്ങൾക്ക് തോന്നുന്നു? ആ ഓക്കെ ടു 3 ആ ഒരു ഇതിൽ 0 to 10 എവിടെയാണ് നിങ്ങൾക്ക് എടുക്കണം? 7%. 7 ആണോ? കേൾക്കില്ല എനിക്ക്. Yes, 7. ഓക്കെ, 7. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾ സാലറി അവർ പറഞ്ഞു, ഒരു പാക്കേജ് പറഞ്ഞിരുന്നോ? യെസ്. ഓക്കെ, ആ പാക്കേജും ഇപ്പോഴത്തെ രണ്ട് വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഫോറിൻ കൺട്രിയാണ്, അവിടുത്തെ ലിവിങ് കോസ്റ്റ് കൂടുതലായിരിക്കും. ആ ഒരു സാലറി പാക്കേജ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? 8. ഓക്കെ, ഗ്രേറ്റ്. അപ്പം നമ്മൾ നാട്ടിലെ സാലറിനേക്കാളും കൂടുതലാണ്, കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആണ്, ശരിയല്ലേ? യെസ്. ഓക്കെ, ഗ്രേറ്റ്. അവരെ ടിക്കറ്റ്, അതേപോലെ ഫാമിലി സ്റ്റേറ്റസ്, അതേപോലെ തന്നെ സ്കൂളിംഗ് അല്ലെങ്കിൽ സ്റ്റേയിങ് ഫെസിലിറ്റീസ് ഒക്കെ, അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യണ്ടോ? ഓൺലി ടിക്കറ്റ്. ഓൺലി ടിക്കറ്റ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എത്ര 0 to 10 എവിടെ നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ നിൽക്കണം? 8. അവിടെ 8 ആണ് നിങ്ങൾ. ഓക്കെ, ഗ്രേറ്റ്. യെസ്. ഇനിയുള്ള അടുത്തത്, ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? നോ. ആരും അറിയില്ല. ആ കമ്പനിയെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ അധികം കൂടുതലായിട്ട് വിവരങ്ങളൊന്നും കിട്ടില്ല. ആ കമ്പനി, ഒരു മദർ കമ്പനിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ അവരാണ് എന്നെ ഇന്റർവ്യൂ ചെയ്ത്. ഓക്കെ, ഇതൊരു ജെന്യൂൻ കമ്പനി തന്നെയാണോ? സാലറി ജെന്യൂൻ കമ്പനി, എല്ലാ എക്സ്പെൻസുകളും വഹിച്ചിട്ടാണ് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞത്. ഓക്കെ, ഗ്രേറ്റ്. കാരണം ചിലപ്പോൾ ഉണ്ടാവും ചില കമ്പനീസ്, എല്ലാ കമ്പനീസ് അല്ല ഞാൻ പറഞ്ഞത്, ചില കമ്പനീസ് ഉണ്ടാവും അവർ കൊണ്ടുപോകും, സാലറി ഒക്കെ 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെ തരുന്നത്. അങ്ങനത്തെ വല്ല ഉടായ്പ കമ്പനിയാണോ ഞാൻ ചോദിക്കുന്നത്? അത് എനിക്ക് അറിയാൻ കഴിയില്ല, കാരണം അവര് പറഞ്ഞ സാലറി ഓഫർ ചെയ്തു, പിന്നെ എല്ലാവിധ എക്സ്പെൻസും, 2 year കോൺട്രാക്ട്, ആഫ്റ്റർ 45 days ലീവ്, അതായിരുന്നു കോൺട്രാക്ട്. മലയാളികളാണ്. ഓക്കെ, ഗ്രേറ്റ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ട്, ഈ കമ്പനി വിശ്വാസം ഉണ്ട്, അത്ര എനിക്ക് ഞാൻ അതാ ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ അറിയില്ല, അപ്പോൾ 5 മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? ഇതിനാണ് നമ്മൾ റിസ്ക് ഫാക്ടർ എന്ന് പറയാം, ശരിയല്ലേ? റിസ്ക് ഫാക്ടർ. ആ റിസ്ക് എടുക്കണോ വേണ്ടത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. നമ്മൾ തീരുമാനിക്കാം, അതായത് നിങ്ങളാണ് തീരുമാനിക്കുക, ഞാനല്ല. ഞാൻ ജസ്റ്റ് ക്ലാരിറ്റി കൊണ്ടുവരും. ഇപ്പോൾ ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ? നെക്സ്റ്റ് ഉള്ളത്, ഈ ഒരു കമ്പനി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ള എന്ത് ജോബാണെങ്കിലും എന്നോടിപ്പം പറയണ്ട, ഞാൻ ചോദിക്കേണ്ട ആവശ്യം വന്നാൽ മാത്രം ചോദിക്കോളൂ. ഇപ്പോഴത്തെ ജോബിനെക്കാളും കൂടുതൽ എക്സ്പോഷർ നിങ്ങൾക്കുണ്ടാവും. യെസ് ആണോ? 0 to 10 എവിടെയാണ് എക്സ്പോഷർ? 0 to 10. 8. കാരണം അവിടെ വേറെ ക്ലയൻസ് ഒക്കെ ചിലപ്പോൾ വ്യത്യസ്ത കൺട്രിയിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാളും ഇവിടത്തേക്കാളും കൂടുതൽ വലിയ കമ്പനീസ് ആയിരിക്കാം നിങ്ങളെ ക്ലയൻസ് ആയിട്ട് വരുന്നത്, ശരി? അങ്ങനെയാണോ? ഓക്കെ. അപ്പം ഈ ഒരു 8 നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, അത് നിങ്ങളെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, ശരിയല്ലേ? ഓക്കെ, ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് എത്ര നമ്പർ കൊടുക്കും നിങ്ങൾ 0 to 10? 9%. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഗ്രോത്ത് ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ വയസ്സ് ചോദിക്കണം എനിക്ക്. 37 ആണോ? 37. ഓക്കെ. മാരീഡ് ആണോ? ഓക്കെ. കുട്ടികളുണ്ടോ? 2 പേരുണ്ട്. എത്ര വയസ്സായി കുട്ടികൾക്ക്? 6ഉം 1.5. സോറി, 6ഉം 1.5. 1.5. ഓക്കെ, 6 1.5. ഓക്കെ. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ വേറെ ആരെങ്കിലും വീട്ടിലേക്ക് ചെലവ് അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പെൻസ് നിങ്ങൾ മാത്രമുള്ള ബ്രെഡ് ഏർണർ ആയിട്ടല്ല വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ വല്ല പ്രോപ്പർട്ടി അങ്ങനത്തെ വല്ലതും ഉണ്ടോ? ഞാനൊരു 10 വർഷം മുന്നേ, അല്ല ഇപ്പോഴത്തെ കാര്യം അപ്പൊ ഉണ്ടാക്കിയൊരു ചെറിയ സേവിങ്സ് ഉണ്ട്. പിന്നെ വീട്ടില്
അച്ഛൻ, അനിയൻ, ആ ഒരു അല്ല അങ്ങനെ നിങ്ങൾക്ക് എല്ലാ മാസം നിങ്ങൾക്ക് വല്ല സ്ട്രീമിൽ നിന്ന് പൈസ വരുന്നുണ്ടോന്ന് ചോദിക്കുന്നത്? ഒരു FDയുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, റൈറ്റ് റൈറ്റ്. ഇനി നിങ്ങളെ ഈ ഈ നിങ്ങളെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? നിങ്ങളെ വൈഫ് പറഞ്ഞു, 2 മക്കൾ പറഞ്ഞു, വേറെ ആരെങ്കിലും നിങ്ങൾ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ആ, ഫാദർ, സ്ഥലം മദർ, ഓക്കെ, ബ്രദർ. സ്ഥലം എന്ന് പറഞ്ഞത് ബ്രദർ. നിങ്ങൾ പോണതിന് അവർക്ക് വല്ല വിരോധമുണ്ടോ? എന്റെ ഡിസിഷനാ. നിങ്ങളുടെ ഡിസിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് 100% നിങ്ങളുടെ ഡിസിഷനാണ് പോകണ്ടെന്നല്ലേ? യെസ്. അവർ നിങ്ങൾക്ക് പെർമിഷൻ തന്നിട്ട് പോകണ്ടെന്നുള്ള പെർമിഷൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? എന്റെ തീരുമാനം, സ്വന്തം തീരുമാനം. അതെ, ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ക്ലാരിറ്റി അനുസരിച്ച് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കില്ല കേട്ടോ. ഇവിടെ നോക്കുമ്പം നിങ്ങൾ കുറച്ചും കൂടെ മെച്ചയാണ് ഫോറിൻ കൺട്രിയിലാണ് കാണുന്നത്. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റിങ്, അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റേ, നിങ്ങളുടെ ഗ്രോത്ത്, ഓക്കെ, അത് സാലറി എല്ലാം കൂടെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ദാറ്റ് ഈസ് ലിറ്റിൽ മോർ ബെറ്റർ വെൻ യു മൂവ് ഫ്രം ഹിയർ. വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതെ, അതാണ് ശരി. കാരണം ഞാൻ അഭിപ്രായം പറയാനുള്ള ആളല്ല, നിങ്ങളെ തീരുമാനം. ഞാൻ ക്ലാരിറ്റി കൊടുത്തു. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയോ? നിങ്ങൾക്ക് രണ്ടും ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ക്ലാരിറ്റി കിട്ടും. ഓക്കെ ഏറെക്കുറെ ഓക്കെ. എത്ര ക്ലാരിറ്റി കിട്ടി? 0 to 10 എത്ര ക്ലാരിറ്റി കിട്ടി ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ? ഞാൻ രണ്ടും കമ്പയർ ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ചത്. നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ്റെ പറ്റി ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഫ് യു മൂവിങ് ഫ്രം ഹിയർ ടു എ ഫോറിൻ കൺട്രി, ഏത് കൺട്രി എന്ന് പറയാൻ പറ്റുമോ ഇനി? കാരണം ഇത് പറയാം. എവിടെ? സൗദി അറേബ്യ. ഓക്കെ, സൗദി അറേബ്യ. ഓക്കെ, അവിടുത്തെ ക്ലൈമറ്റ്, വെതറൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾക്കൊരു ഗ്രോത്ത് അവിടെ കാണുന്നുണ്ട്, ശരിയല്ലേ? പോകാനുള്ള ഒരു ക്ലാരിറ്റീൻ്റെ ബേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 0 to 10 എത്ര ക്ലാരിറ്റി കിട്ടി നിങ്ങൾക്ക്? ക്ലാരിറ്റി 4. 4 ക്ലാരിറ്റി കിട്ടും. ഇന്നേറ്റ് സംസാരിച്ചതിന് ശേഷമോ? ഇന്നേറ്റ് സംസാരിച്ച ശേഷം ക്ലാരിറ്റി എത്ര കിട്ടിയെന്ന് ചോദിക്കണേ? 7. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഇതിലിപ്പോ വേറെ സംശയം തന്നെ. അതിലൊരു പോയിന്റ് പറഞ്ഞല്ലോ, കമ്പനി നിങ്ങൾ ക്ലാരിറ്റി ഇല്ല, സംസാരിക്കില്ല. സെൻസി വേറൊരു പോയിന്റ് പറഞ്ഞിരുന്നല്ലോ, കമ്പനീനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അത് മാത്രമേ ഒരു ഇതുള്ളൂ. അത് അറിയണ്ടേ? എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ അറിയണ്ടേ? കാരണം ഒരു കമ്പനി ജോയിൻ ചെയ്യുമ്പം അറിയണം എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ റെഡിയാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം നിങ്ങളെ ധൈര്യവും എൻ്റെ ധൈര്യവും വ്യത്യാസമുണ്ട്, അല്ലേ? ശരിയല്ലേ? ഞാൻ ചിലപ്പോൾ ആ റിസ്ക് ഏറ്റെടുത്തില്ല എന്ന് വരും. കാരണം ഞാൻ നോക്കും അത് ഞാൻ അവിടെ പോയാൽ ബുദ്ധിമുട്ടാവോ, അങ്ങനത്തെ ഞാൻ ചിന്തിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കണം എന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആ ഒരു ഏരിയയിൽ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒന്നുകൂടിയൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഇത് റിസ്ക് എടുത്തിട്ട് പോകേണ്ടി വരും. ഓക്കെ, ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തല്ല ചെയ്യണം കേട്ടോ, മനസ്സിലാക്കേ. ഞാൻ ഇവിടെ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യുന്നില്ല. ഞാൻ ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ചൊരു ഗ്ലിച്ചായിട്ട് ഫീൽ ചെയ്യണത്. അത് നിങ്ങൾക്ക് കമ്പനിയെ കുറിച്ച് അറിയില്ല എന്നുള്ളത്. പക്ഷെ അതിന് മദർ കമ്പനി നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞല്ലേ? മദർ കമ്പനി ഇന്റർവ്യൂ ചെയ്തത്. ഓക്കെ, മദർ കമ്പനി ഇന്റർവ്യൂ ചെയ്ത. അപ്പൊ ആ മദർ കമ്പനി ശരിക്കും ജെന്യൂൻ ആയിട്ടുള്ള ഒരു കമ്പനി അല്ലേ? ആയിരിക്കാം. എന്താ ആയിരിക്കാന്ന് പറയാൻ കാരണം കാരണം അവർക്ക് സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സിലൊന്നും കൂടുതലായിട്ടൊരു ഇതില്ല. ഓക്കെ, അപ്പൊ അത് കുറച്ച് റിസർച്ച് ചെയ്തോളൂ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നില്ല റിസർച്ച് ചെയ്യണം തോന്നുന്നു. അവർ ഡെഡ് ലൈൻ ഡേറ്റ് വല്ലതും തന്നില്ല? ഇത്രാം തീയതിയാണ് നിങ്ങൾ കട്ട് ഓഫ് ഡേറ്റ് എന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടോ? അവരിപ്പോ ഞാനൊരു ആക്സിഡന്റ് ആയിട്ട് ചെറിയൊരു പ്രോബ്ലത്തില്, അപ്പോ വോയിസ് ക്ലിയർ ഇല്ല നിങ്ങളുടെ. ഞാൻ ആക്സിഡന്റ് ആയിട്ട് ഒരു ചെറിയൊരു ഇഞ്ചുറിയിലായിരുന്നു. അപ്പൊ അത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്റെ പാസ്പോർട്ടൊക്കെ റിന്യൂ ചെയ്യണ്ടായിരുന്നു. അപ്പൊ അവരൊരു ടൈം തന്നിട്ടുണ്ട്. ഓക്കെ, മൊത്തം 40 days തന്നിട്ടുള്ളത്. അപ്പോ 2 ദിവസത്തിനകം കൺഫർമേഷൻ കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടോ നിങ്ങൾക്ക്? പ്രൊബേഷൻ പീരീഡ് വെച്ചാൽ തീരുമാനം എടുക്കണം. 3 മാസമാണോ 6 മാസമാണോ? ആ കമ്പനിയിലാണോ? ആ കമ്പനി പ്രൊബേഷൻ ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് അത് ഓഫർ ലെറ്ററിൽ 3 months. 3 months. ഓക്കെ, 3 monthsനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ നിങ്ങളെ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൈൻ ചെയ്തിട്ട് പോരാ, അല്ലേ? ആ കണ്ടീഷൻ ആണോ ഉള്ളത്? പക്ഷെ അങ്ങനെയല്ല, 2 year കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് അവര് ഓഫർ ലെറ്ററിൽ കണ്ടത്. അപ്പൊ ഈ 3 months എന്താണ് പിന്നെ?
3 months പ്രൊബേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രൊബേഷൻ അല്ല, എന്റെ മനസ്സിലാക്കലും നിങ്ങളെ മനസ്സിലാക്കി ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, എനിക്ക് അറിയില്ല കേട്ടോ. അത് ശരിക്കും പെർഫോം കോൺട്രാക്ട് ഒക്കെ വായിച്ചു നോക്കുക. പ്രൊബേഷൻ പീരിയഡ് എന്ന് വെച്ചാൽ ചില കമ്പനീസിൽ 3 months ആണ്, ചില കമ്പനീസ് 6 months ആയിരിക്കാം. ഓക്കെ, ഓക്കെ ആ 3 monthsന്റെ ഉള്ളിൽ നമുക്കിഷ്ടമില്ലെങ്കിൽ, കമ്പനി നമുക്കിഷ്ടമില്ലെങ്കിൽ തിരിച്ചു പോകാനുള്ള അവകാശം നമുക്കുണ്ട്. ഓക്കെ, അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ തരും വേണം, കാരണം അങ്ങനത്തെ കണ്ടീഷൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ചിലതുണ്ടാവും 3 മാസത്തിന്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു വരാണെങ്കിൽ എക്സ്ക്യൂസ് മീ, കമ്പനി ഇത് തരില്ല, ട്രാവൽ തരില്ല, അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒന്നുണ്ടാവും മൂന്നാമത്തത്, അതായത് കമ്പനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമ്പനിക്ക് നമ്മളെ ടെർമിനേറ്റ് ചെയ്യാം 3 മാസത്തിന്റെ ഉള്ളിൽ, ഒരു പ്രശ്നമില്ലാതെ. ഓക്കെ, അതിനുശേഷം പിന്നെ കണ്ടീഷൻസ് ഒക്കെ മാറും. 3 മാസം നോട്ടീസ് കൊടുക്കുക, 2 മാസം നോട്ടീസ് കൊടുക്കുക, 1 മാസം നോട്ടീസ് കൊടുത്തതിന് ശേഷം വരാൻ പറ്റും, കണ്ടീഷൻസ് മാറും. 3 മാസത്തിന് അല്ലെ 6 മാസത്തെ പ്രൊബേഷൻ കഴിഞ്ഞിട്ട്. അത് കിട്ടിക്കണം, നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ആകെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചോദിക്കണം നല്ലതാണോ? എനിക്കറിയില്ല, ചോദിക്കണം നല്ലതാണോ എനിക്കറിയില്ല. ചിലവർ പറയും അതൊന്നും ചോദിക്കാൻ പാടില്ല, അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഉള്ള ജോബ് കിട്ടാതാവും എന്നൊക്കെ ചിലർ ഇല്ല, ഞാൻ പറയും. മാക്സിമം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിനെ പറ്റി ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പൊ 3 month പ്രൊബേഷൻ ആണ്, അപ്പോ പെർഫോമൻസ് ഇവാലുവേഷൻ അതിൽ നടത്തുമെന്ന് മാത്രമേ ഇതിലുള്ളൂ ഓക്കെ, അത് ലെറ്ററില്. പക്ഷെ ആ കണ്ടീഷൻ ഉണ്ടാവണം. നിങ്ങൾ KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ 3 മാസത്തെ സെറ്റ് ചെയ്തിട്ട് അവർ നിങ്ങളെ ചെക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങൾ വാല്യുബിൾ ആണ്, കമ്പനിക്ക് വാല്യുബിൾ ആണെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ തുടർച്ചയായിട്ട് വരാൻ പറയും, അല്ലെങ്കിൽ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യാൻ whatever it is. പക്ഷെ അതിൽ കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം, മനസ്സിലാവുണ്ടോ? ആ കണ്ടീഷൻ കറക്റ്റായിട്ട് ഏതിൽ നിങ്ങൾ ജോയിനിങ് ലെറ്ററിൽ തന്നെ, ജോയിനിങ് ഇൻസ്ട്രക്ഷനിൽ തന്നെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അത് ചോദിക്കേണ്ട അവകാശം നിങ്ങളുടെയാണ്. പക്ഷെ അത് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ പേടി പോലെ ആയിരിക്കും. ചിലർ അത് ചോദിക്കും, ചിലർ ഓഫർ കിട്ടിയല്ല, ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ചോദിക്കാനും പോകുന്നില്ല. തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയോ പിന്നീട് സംസാരിച്ചിട്ട്? കിട്ടി. ഹാപ്പിയാണോ ഇതിൽ? അറ്റ്ലീസ്റ്റ് ഹാപ്പിയാണ്. 0 to 10 എത്ര ഹാപ്പിയാ? 8. ഓക്കെ, എനിക്ക് നിങ്ങളെ ഹാപ്പിനെസ് മാത്രം മതി. ചിലർ കേട്ടിട്ട് ചിലപ്പോൾ പറയും ഇത് തെറ്റായിട്ടുള്ള അഡ്വൈസ്. ഞാൻ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് തന്നിട്ടില്ല കേട്ടോ. ഇല്ല, ശരി. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഞാൻ നിങ്ങൾക്കൊരു ക്ലാരിറ്റി മാത്രം കാണിച്ചു തന്നിട്ടുള്ളൂ. ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഓക്കെ, ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി പറയാം ഏത് ഇൻഡസ്ട്രിയാന്ന് പറയാം. ഏത് ഇൻഡസ്ട്രിയാ? അക്കൗണ്ട്സ്. ഗുഡ്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.